ഇപ്പോൾ വാർത്താ പ്രാധാന്യമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയേക്കാൾ കൂടുതൽ വാർത്താ പ്രാധാന്യം കൊടുക്കാൻ ചാനലുകൾ ശ്രമിക്കുന്നത് മറ്റത്തൂരാണ്. മറ്റത്തൂരെ വരുന്ന ബ്രേക്കിംഗ് ന്യൂസുകളെല്ലാം നമ്മുടെ ആധുനിക കാലത്തെ മാധ്യമപ്രവർത്തകരിടുന്ന ബ്രേക്കിംഗ് ന്യൂസെല്ലാം കോൺഗ്രസിൻ്റെ കമ്മിറ്റി ഒന്നടങ്കം, മറ്റത്തൂരെ കമ്മിറ്റി ഒന്നടങ്കം BJPയിലേക്ക് കാലുമാറിയിരിക്കുന്നു എന്നാണ്. അതിലാരാണ് കാലുമാറിയത്? BJPയിൽ അവരെ ചേർന്നോ, BJPയിൽ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തോ, ഇത്തരം വിവരങ്ങളൊന്നും മാധ്യമങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇവരെല്ലാം രായ്ക്കരായ്മാനം ഇവർ BJPക്കാരായി എന്നാണ് പറയുന്നത്. പക്ഷെ മറിച്ച് എൻ്റെ സംശയം BJPക്കാർക്ക് തിരിച്ചു ചോദിക്കത്തില്ലേ? അല്ലെ BJPക്കാരിലുള്ള 3-4 പേരുണ്ടായിരുന്നാൽ അവർ കോൺഗ്രസിൻ്റെ കൂടെ കൂടിയെന്ന് തിരിച്ചു വരണം. BJP ഉപേക്ഷിച്ച് കോൺഗ്രസിൻ്റെ കൂടെ കൂടിയെന്ന് വരത്തില്ലേ? ഇവിടെ ഉണ്ടാക്കുന്ന നരേറ്റീവ് കോൺഗ്രസ് BJP ബന്ധമുണ്ടെന്നും കോൺഗ്രസ് BJPയെ സഹായിക്കുന്നു എന്ന് ഒരു പ്രചരണം. ആ പ്രചരണം ധാരാളം മതിയെന്ന് CPMന് അറിയാം. അതിനെ കൗണ്ടർ ചെയ്യാൻ സാധാരണഗതിയിൽ കോൺഗ്രസ്സുകാർ പോകാറില്ല. കോൺഗ്രസ്സുകാർ അതിന് മെനക്കെടാറുമില്ല. ഇവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചങ്ങ് പോവുകയുള്ളൂ. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ വളരെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എങ്ങനെയാണ് മറ്റത്തൂര് ഈ സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നത്? അത് പഠിക്കണം. രാഷ്ട്രീയ പ്രവർത്തനം പഠിക്കണം. കോൺഗ്രസ്സുകാരനും മാർക്സിസ്റ്റുകാരനും BJPക്കാരനും മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താല്പര്യമുള്ളവർ പഠിക്കണം. അല്ലെങ്കിൽ ഈ മാധ്യമ ഏജൻറ്റുമാർ വിഴുങ്ങിത്തരുന്നത് നമുക്ക് വിഴുങ്ങേണ്ടി വരും. മറ്റത്തൂർ ഒരു കാലത്ത് കോൺഗ്രസും പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ കുത്തകയേതാണ്. കഴിഞ്ഞ 10 വർഷക്കാലം അടുപ്പിച്ച് ഇടതുപക്ഷം ഭരിച്ചിരുന്നു. ഈ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് അത് ഇടതുപക്ഷത്തിന് ആദ്യം ഭരണം കിട്ടുന്നത് കോൺഗ്രസിൽ നിന്നും കാലുമാറ്റത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് അവിടെ ആദ്യം ഇടതുപക്ഷത്തിനും മറ്റത്തൂർ അധികാരത്തിലെത്താൻ പറ്റുന്നത്. കാലുമാറ്റ രാഷ്ട്രീയം അവിടെ തുടങ്ങുകയാണ് ചരിത്രം. ഈ പ്രാവശ്യം എടുത്തതോടുകൂടി CPMൻ്റെ അഴിമതി ഭരണത്തിൽ മടുത്ത്, അല്ലെ CPMനെ തോൽപ്പിക്കണമെന്ന് കേരളത്തിലെ എമ്പാടും ജനങ്ങൾ വിചാരിച്ചതുപോലെ ആ പാവപ്പെട്ട മനുഷ്യരും മറ്റത്തൂരെ മനുഷ്യരും CPMനെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അവിടെ ദൗർഭാഗ്യവശാൽ കിട്ടിയ സീറ്റുകൾ രണ്ടു കൂട്ടർക്കും കോൺഗ്രസിനോ CPMനോ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്ന ഒരു ഭൂരിപക്ഷം അവിടെ കിട്ടിയില്ല. ആ ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് നടന്ന ചില തകരാറുകൾ. ഭരിക്കാൻ ഭൂരിപക്ഷം വേണമെങ്കിൽ എന്തു വേണം? 24 സീറ്റുണ്ട്. 12 സീറ്റ് 13 സീറ്റെങ്കിലും ഉണ്ടെങ്കിൽ പഞ്ചായത്ത് ഭരിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ 10 സീറ്റ് LDFും 8 സീറ്റ് UDFനുമാണ് കിട്ടിയത്. 2 സീറ്റ് സ്വതന്ത്രർക്ക്, ബാക്കി 4 BJPക്ക്. അപ്പോൾ ഈ BJPക്ക് കിട്ടുന്ന സീറ്റുകൾ കൂടെ കൂടുമെങ്കിൽ മാത്രമേ അവിടെ സുഗമമായൊരു ഭരണം നടക്കുകയുള്ളൂ. 8ഉം 2ഉം 10 സ്വതന്ത്രം കിട്ടിയാലും കോൺഗ്രസിന് 10 ആവുള്ളൂ. ഇവർക്കും 10ഉം 2ഉം 12 ആവുള്ളൂ. അപ്പോഴും 13 ആകുന്നില്ല. അപ്പം BJPയുടെ സപ്പോർട്ടില്ലാതെ കോൺഗ്രസിനോ അല്ലെങ്കിൽ ആർക്കും ഭരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ആ സമയത്ത് ഒരാളെ കോൺഗ്രസ് മുന്നണിയിലുണ്ടായിരുന്ന ഒരാളെ അപ്പുറം ചേർക്കാനൊരു ശ്രമം ആര് നടത്തി? CPM നടത്തി. ഔസേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്വാധീനിച്ച? പൈസ കൊടുത്താണോ അല്ലയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഓഫർ ചെയ്താണോ എന്നറിയില്ല. ഓഫർ കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ മാർക്സിസ്റ്റ് പാർട്ടി അതുപോലെ വെറുത്ത് കഴിഞ്ഞിരുന്നു. ആ വെറുപ്പ് അവർ പ്രകടിപ്പിച്ചത് യാതൊരു കാരണവശാലും CPMൻ്റെ ബാക്ക് ഡോറിൽ കൂടെ അധികാരത്തിൽ വരാനുള്ള നീക്കം തടയാൻ അവർ തീരുമാനിക്കുകയാണ്. യാതൊരു കാരണവശാലും CPMനെ അധികാരത്തിലെത്താൻ അവർ സഹായിക്കില്ല. അവിടെ ആരാ രണ്ടാമത് വരുന്നതെന്ന് അവർ രണ്ടാമതേ ആലോചിക്കുന്നുള്ളൂ. ആ അവസരം ആര് മുതലെടുത്തു? കോൺഗ്രസ് പ്രവർത്തകർക്കും മറ്റത്തൂരെ ജനങ്ങൾക്കും CPMനോടുള്ള വിരോധത്തെ ആര് മുതലെടുത്തു? BJP മുതലെടുത്തു. ഉടനെ അലർച്ച തുടങ്ങി, കൂവൽ തുടങ്ങി, ചാനൽ മൈക്കുകളുമായിട്ട് ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. കോൺഗ്രസ് BJP ബാന്ധവം ഈ കളി അങ്ങ് പറയാൻ തുടങ്ങി. ശരിയാണോ? അങ്ങനെയാണോ സംഭവിച്ചത്? കോൺഗ്രസ് BJP ബാന്ധവത്തേക്കാൾ കൂടുതൽ മറ്റത്തൂരെ ജനങ്ങൾ ഒരു CPM വിരുദ്ധ ഭരണം, CPMനെ അടുപ്പിക്കാത്ത ഭരണം മറ്റത്തൂർ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് മറ്റത്തൂരെ ജനങ്ങൾ CPMന് ഇത്തവണ ഭൂരിപക്ഷം കൊടുക്കാതിരുന്നത്. ഇപ്പുറത്ത് പ്രതിപക്ഷ വോട്ടുകൾ ചിതറിപ്പോയതുകൊണ്ട് CPMന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ പറ്റി. അപ്പോൾ പോലും ഈ CPMൻ്റെ രണ്ടാമതൊരു ഭരണം കൂടെ വേണ്ട എന്ന് തീരുമാനിച്ച ജനങ്ങളുടെ തീരുമാനമാണ് പ്രധാനപ്പെട്ടത്. അത് ഏറ്റവും പ്രബലമായിരുന്നാണ് ആ തീരുമാനം. പക്ഷേ കോൺഗ്രസിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അല്ലെങ്കിൽ കോൺഗ്രസ് അണികൾക്ക്, കോൺഗ്രസ് മെമ്പർമാർക്ക്, കോൺഗ്രസിൻ്റെ DCC ബ്ലോക്ക് ഭാരവാഹികളെയൊന്നും ഇത് വേണ്ടപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കാനോ ചർച്ച ചെയ്യാനോ സാധിച്ചില്ല.
അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ. എന്നാൽ മറിച്ച് ഈ മാധ്യമങ്ങളൊക്കെ അവിടെ കൊണ്ട് നിർത്തുകയാണ്. തൊട്ട് അപ്പുറത്ത് കോട്ടയം ജില്ലയിൽ കൂത്താട്ടുകളുണ്ട്, പാലക്കുഴ പഞ്ചായത്തുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? CPM ലോക്കൽ സെക്രട്ടറി വരെ കാലുമാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അവിടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗീകരിച്ച ലോക്കൽ സെക്രട്ടറി അംഗീകരിക്കണം. അവിടുത്തെ മൊത്തം പെടലോടെ അവിടെയും പോവുകയാണ്. അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടറിൻ്റെ മൈക്കോ, ഒരു മനോരമയുടെ മൈക്കോ, ഒരു 24ൻ്റെ മൈക്കോ കൂത്താട്ടുകുളത്ത് പാലക്കുഴയിൽ കൂടെ മൈക്കുമായിട്ട് നടക്കുന്നില്ല. ഒരു സ്മൃതി പരുത്തിക്കാട് ഒന്നും നടക്കുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. എല്ലാം മറ്റത്തൂർ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. കേരളം മുഴുവൻ മറ്റത്തൂരിലേക്ക് കേന്ദ്രീകരിച്ചു. മറ്റത്തൂരാണ് കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഇനി ഇത് എല്ലാം ഉപരിയായിട്ട് മറ്റൊരു ധാർമ്മിക പ്രശ്നമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരു പഞ്ചായത്തിൽ, അതേത് പഞ്ചായത്തും ആയിക്കോട്ടെ, ഈ ഒരു പഞ്ചായത്തിൽ കക്ഷികൾ തമ്മിൽ എത്രമാത്രം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ മത്സരിക്കുന്നു, ആരെങ്കിലുമൊക്കെ ജയിക്കുന്നു, ഉറപ്പാണല്ലോ. പക്ഷേ ഒരു കക്ഷിക്ക് വോട്ട് ചെയ്യുന്നു. ഇപ്പം A എന്നുള്ള പഞ്ചായത്തിൽ B എന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ അവിടെ Bക്ക് കിട്ടുന്ന കോൺഗ്രസ് വോട്ടുകൾ ഒരു 50%, 60% കൂടുതൽ കിട്ടുന്നില്ല. ബാക്കി വോട്ടുകൾ 40% വോട്ടുകൾ മറ്റുള്ളവരിൽ നിന്നാണ് കിട്ടുന്നത്. ഈ മറ്റുള്ളവരിൽ ആരൊക്കെ കാണും? ഇന്നവരെ കാണാവുള്ളൂ എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ആരുടെയൊക്കെ വോട്ട് കിട്ടി അവർ ജയിക്കുന്നത്? ഈ മറ്റുള്ളവരിൽ SDP കാണും, BDP കാണും, ബജരംഗദൾ കാണും, RSS കാണും, എല്ലാ കക്ഷികളും കാണും. ഇവരുടെ വോട്ടവകാശം കൂടെ കിട്ടിയാണ് പലരും മെമ്പർമാരായിരിക്കുന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ആ മെമ്പർ സ്ഥാനം വേണ്ടെന്ന് വയ്ക്കാവോ? ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്ന ജനങ്ങൾക്ക് ഈ വിവിധ കക്ഷികളുടെ വോട്ട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, തൻ്റെ അടുത്തോടെ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾക്ക് കോൺഗ്രസിന് ഇത്ര ഒറ്റയ്ക്ക് വോട്ടില്ല എന്നറിയാം, അല്ലെ CPM ഇത്ര ഒറ്റയ്ക്ക് വോട്ടില്ല എന്നറിയാം. പകരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ ആരുടെയാണ്? നിങ്ങൾ ആരുടെ വോട്ടാണോ ഇപ്പോൾ നിഷേധിക്കാൻ ജയിച്ചു വന്നപ്പോൾ ആരുടെ വോട്ടാണോ നിഷേധിക്കാൻ ശ്രമിക്കുന്നത്, ആ കക്ഷിയുടെ വോട്ട് നിങ്ങൾക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ പഞ്ചായത്ത് മെമ്പർ MLA ഒക്കെ ആകുന്നത്. ആ സത്യം അംഗീകരിച്ച പിന്നെ ജനാധിപത്യത്തിൻ്റെ മൗലിക അവകാശമല്ലേ ഒരു പഞ്ചായത്തിന് ഭരണം വേണമെന്നുള്ളത്. നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം അല്ലല്ലോ ഇവിടെ പ്രധാനം. അതിനുവേണ്ടി അല്ലല്ലോ ജയിപ്പിച്ചത്. നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം നോക്കാനാണോ നിങ്ങളെ ജയിപ്പിച്ചിരിക്കുന്നത്? മറിച്ച് നിങ്ങൾ ജയിക്കുകയും നിങ്ങൾ SDP-യുടെയോ BJP-യുടെയോ ബജരംഗദളിൻ്റെ ആരുടെ പിന്തുണ മേടിച്ചാലും നിങ്ങൾ പഞ്ചായത്തിലെ താല്പര്യമാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളോടൊപ്പം നിൽക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഈ വേർതിരിവിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇപ്പോൾ അതുൽ കൃഷ്ണയുടെ കാര്യം പറഞ്ഞു. അതുൽ കൃഷ്ണ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഒരു വ്യവസായം തുടങ്ങുക, സംരംഭകനായിട്ട് പറഞ്ഞതാണ് ഇവിടെ. ഒരു തരത്തിലും ഈ ഫാക്ടറി മുമ്പോട്ട് കൊണ്ടുപോകാൻ പുള്ളിയെ സമ്മതിക്കുന്നില്ല. ഒരു തരത്തിലും. CPM ഭരണസമിതി ഈ ഫാക്ടറി പൂട്ടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അത് കഴിഞ്ഞ് അത് മടുത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി. വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയതോടുകൂടി തന്നെ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. ഈ പഞ്ചായത്തിൽ നടക്കുന്ന ഓരോ അഴിമതിയും, ഓരോ തട്ടിപ്പും, ഓരോ ലൈറ്റ്, വെയിറ്റിംഗ് ഷെഡ്, ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ മേടിക്കുന്നതിലെല്ലാം ഉള്ള തട്ടിപ്പുകളുടെ വിവരങ്ങൾ മറ്റത്തൂരിലെ പഞ്ചായത്തിലെ ആൾക്കാരെ അറിയിക്കാൻ തുടങ്ങി, ജനങ്ങളെ അറിയിക്കാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങളെ അറിയിക്കാൻ തുടങ്ങിയപ്പോൾ എന്തു വന്നാലും ഈ മുന്നേ തോൽപ്പിക്കണം എന്ന് തീരുമാനിച്ച് ആ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച് അതുൽ കൃഷ്ണനാണ്. സ്വയം അനുഭവിച്ചവനാണ്. അവന് പാർട്ടിയില്ല, BJP ഒന്നും പ്രശ്നമല്ല, കോൺഗ്രസ് പ്രശ്നമല്ല. പക്ഷേ CPM തോറ്റിരിക്കണം എന്ന് മാത്രമായിരുന്നു ആ ഡിമാൻഡ്. ആ ഡിമാൻഡ് ഉണ്ടായത് അവൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായതാണ്. അവൻ ഭഗവത്ഗീത വായിച്ചിട്ടോ സത്യാന്വേഷണ പരീക്ഷകൾ വായിച്ചിട്ടോ മൂലധനം വായിച്ചിട്ടോ അല്ല. അവൻ്റെ ജീവിതാനുഭവങ്ങളെ പഠിപ്പിച്ചു. ഈ പാർട്ടി എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ നാടിനെയും തകർക്കും എന്നുള്ള ബോധ്യമുണ്ടായപ്പോൾ ആണ് ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ മുന്നണി ഭരണസമിതി അവിടെ ഉണ്ടാകാൻ ആഗ്രഹിച്ചത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന പല കാര്യങ്ങളും കേരള രാഷ്ട്രീയത്തിൻ്റെയോ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൻ്റെ കണ്ണാടിയിൽ കൂടെ മാത്രം കാണരുത്. പ്രാദേശികമായി ജനങ്ങൾക്കും അവകാശങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളെ ബഹുമാനിക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ മുഖ്യകക്ഷികൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഇനിയും കൂടിക്കൂടി വരും. അതുകൊണ്ട് മറ്റത്തൂരൊരു പാഠമാണ്. ആ പാഠത്തിൽ നിന്ന് പാഠം പഠിക്കണം. മറ്റത്തൂർ പോലെ തന്നെയാണ് കുമരകം, മറ്റത്തൂർ പോലെ തന്നെയാണ് കൂത്താട്ടുകുളം, പാലക്കോട്. ഇതെല്ലാം പഠിക്കാൻ തയ്യാറാകാതെ വെറും മറ്റത്തൂർ എന്ന് പറഞ്ഞ് ഈ ചാനലിലെ പെൺപിള്ളേർ വന്ന് അതും ഇതും പറഞ്ഞ് കേട്ട് നമ്മുടെ ബുദ്ധിയും ശക്തിയും നശിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. ഇവിടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഏറ്റവും താഴെത്തട്ടിലെ ജനങ്ങൾക്കാണ്. അതുതന്നെയാണ് ജനാധിപത്യത്തിൻ്റെ പരമമായ പ്രക്രിയ. ആ പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ.